असतो मा सत्यमय तमसो मा ज्योतिर्गमय മൃത്യോർമ അമൃതംഗമയ. 5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ കാലായത്തോട് വിടചൊല്ലി വേർപിരിഞ്ഞ ഞങ്ങൾ വീണ്ടും ഒരു വേള കൂടിച്ചേരുവാനും പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയും പരസ്പര ബന്ധങ്ങളെ ഊട്ടി വളർത്താൻ അവസരം നൽകിയ സർവേശ്വരന് 50 വർഷങ്ങൾക്കപ്പുറമുള്ള സെൻറ് അഗസ്റ്റിൻസ് UP സ്കൂളിലെ 5ാം ക്ലാസ്സിലെ ബെഞ്ചിൽ അന്നത്തെ ശിക്ഷകണങ്ങളായ ഞങ്ങൾ അവിസ്മരണീയവും വർണ്ണാഭവുമായ ആ ബാല്യകാല സ്മരണകളുടെ ഓർമ്മകൾ അയവർക്കിക്കൊണ്ട് അന്ന് ഞങ്ങൾക്ക് അറിവിൻ്റെ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ ഇന്ന് 97 വയസ്സുള്ള ഗുരുനാഥൻ KT ജേക്കബ് സാറിൻ്റെ ക്ലാസ്സിൽ ഒരു നിമിഷം. Silence, please. നിങ്ങളോടല്ലേ ഈ പറയുന്നത് സൈലൻസ്? പറഞ്ഞ രീതിയില്ല നിനക്ക് നന്നായിരിക്കും. ഈ തൊമ്പത് രൂപ ചാട്ടിയാണ് എന്ന് പറഞ്ഞവര് ഒരുത്തന്നെ ഇരുത്തി കഴിഞ്ഞപ്പോഴേ മറ്റൊരു എഴുന്നേക്കടാ അവിടെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുത്തനെ രണ്ടുപേരും ഇരുത്തി, അന്നേരം 3-ാം വർഷത്തിന് സോഴ്സിൽ തുടങ്ങി ഇരുത്തി. എന്നാലും പറഞ്ഞു വിടാന്നല്ല, എൻ്റെ കുട്ടിനെയും സാറിൻ്റെ ക്ലാസ്സിലാക്കണമെന്ന് പറഞ്ഞ രക്ഷകർത്താവിനെ പോലെയാണല്ലോ ഇവൻ്റെയും രക്ഷകർത്താവ്. ഈ ഇരിക്കുന്ന ഒരുത്തൻ എഴുന്നേക്കട എന്നാ എനിക്ക് കാലുവാളിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ അതിൻ്റെ അപ്പമുണ്ടോ? നീ വരുന്ന കൂട്ടുകാര് എഴുന്നേക്കടോ നിങ്ങൾ മാറി പറ്റൂല എന്നെ പറ്റൂലെന്ന് പറ്റിക്കാൻ ഞാൻ നല്ലപോലെ പറ്റിക്കാൻ മാറി നിങ്ങൾ മാറി നിൽക്കടാ. ഉണ്ടോ? അവനൊരു കാലിൽ തന്നെ ബലഹീനമാണ്, എന്നിട്ടും അവന്റെ പ്രവർത്തനത്തിന് യാതൊരു മറ്റവരോട് കൊടുത്തതുപോലെ ഇവന് കൊടുക്കാൻ എനിക്കൊരു സങ്കോചം. കാരണം കാല് വശക്ക ഒരു കാലിൻ്റെ ഉള്ളൂ, 2 കാലുള്ളതുകൊണ്ടാണ് ഈ കൊടുക്കാൻ. ഇതിങ്ങളെയൊക്കെ നന്നാക്കി കൊടുക്കണം, ഇതിങ്ങളെയൊക്കെ നന്നാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ആർക്ക് പറ്റേണ്ട കാര്യമാണ്. നിങ്ങളൊന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നാളെ ഇത്രയും കാണിക്കില്ല, എൻ്റെ അടുക്കല്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ജേക്കബ് സാറിന് ഒഴിവായി ഒരു ദിവസം ലീവായിരിക്കണേ, വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. നാളെ ഈ ഗൃഹപാഠം ചെയ്യാതെ ആരും ഈ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല. എല്ലാ ക്ലാസ്സിലും എടുത്താൽ ഞാൻ ശ്രമിക്കുകയില്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ശരിയാണ്. മാതാപിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെപ്പോലെ കാണണം, അഥവാ ഇവർക്ക് ശേഷമേ ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ. മാതാവ് പിതാവിനെയും പിതാവ് ഗുരുവിനെയും
ഗുരു ദൈവത്തെയും കാണിച്ച് പഠിപ്പിച്ചു തരുന്ന സംസ്കാരമാണ് നമ്മുടേത്. കേവലം പുസ്തകത്തിൽ ഒതുങ്ങാത്തവർ, മുന്നിലിരിക്കുന്നവൻ്റെ കണ്ണിലൂടെ കാണുന്നവർ, നന്മയും സ്നേഹവും ശീലമാക്കിയവർ, ശകാരവും ഉപദേശവും തലോടലും ഒരുപോലെ തരുന്നവർ, ചിട്ടയായ ജീവിതത്തിലൂടെ മാർഗദർശികളായി വിജയത്തിൻ്റെ പാതകളിൽ വെളിച്ചം പകർന്നവർ, എന്നെ ഞാനാക്കിയ എൻ്റെ അധ്യാപകർക്ക് മുന്നിൽ ഒപ്പുകൈകളോടെ. ഇവിടെ താൻ അത് എന്റെ ഡ്യൂട്ടിയാണ്. എന്നെയാണ് ഏൽപ്പിച്ചതല്ല, മരുമകളോ മക്കളോ ഒന്നും ഭാര്യയോ ഒന്നും ഏൽപ്പിച്ചതല്ല. ഞാൻ ഏറ്റെടുത്തതാണ്. കാരണം മുന്നോട്ട് അതുകൂടെ മനുഷ്യൻ ഏതവസ്ഥയിലാണെങ്കിലും മറ്റുള്ളവരെയും കാണണം, സമക്കാരായി കാണണം, അവരുടേതായ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉൾക്കൊള്ളണം എന്നൊക്കെ ബൈബിളിൽ ഒത്തിരി പറയുന്നുണ്ട്. അപ്പോ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിധി വരെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ നാഥനാണ്. ഞാനും ഇതൊക്കെ കാണുന്നുണ്ട്. മകനും മരുമകളും സ്കൂൾ ജോലിക്ക് പോകണം. അത് അവരത് 8:30 മുതൽക്ക് യാത്ര തയ്യാറായി തുടങ്ങും. ഹൈസ്കൂളിലെ മനസ്സുമെല്ലാം എത്തിയിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം. അവിസ്മരണീയമായ അനുഭൂതികളുടെ മാഷണൽ ആവശ്യം തളർന്നുവില്ല. നല്ല രീതിയിൽ ആണ് എന്ന് പ്രായം കൂടുതലായി തോന്നിക്കത്തക്ക വളരെ ചുരുക്കം പേരുണ്ട്. എനിക്ക് ഇവിടെ പഠിപ്പിക്കുമ്പോൾ തന്നെ പ്രസംഗത്തിലൊന്നും അത്ര വലിയ കഴിവില്ല. ഞാൻ അധികം പ്രസംഗിക്കേണ്ട അവസരവും വന്നിട്ടില്ല, പ്രസംഗിക്കാറുമില്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ പാട്ട് പാടാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല. 2 മാസമായി എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എല്ലാ അക്ഷരങ്ങളും വ്യക്തമാകില്ല. ചികിത്സ നടക്കുന്നു. പ്രായമായില്ലേ, അതുകൊണ്ടാണ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്. നല്ല രീതിയിൽ ആണ് എന്ന് പ്രായം കൂടുതലായി തോന്നിക്കത്തക്ക വളരെ ചുരുക്കം പേരുണ്ട്. ചിലര് അങ്ങനെ അവര് ഏകദേശം എൻ്റെ പ്രായം പറഞ്ഞു. സന്തോഷം. ഇത് സംഘടിപ്പിച്ച സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുകയാണ്. അതിന് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു വേദി ഒരുക്കി പള്ളി പറഞ്ഞ എത്രയാണല്ലോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വരുന്നതാണ്. എനിക്ക് ഒന്നാമതായിട്ട് പറയുവാനുള്ളത്, ഈ സുദിനത്തെ ഇപ്രകാരം വളരെയധികം തീഷ്ണതയോടുകൂടിയും താല്പര്യത്തോടുകൂടിയും കണ്ട് ഇതിനായിട്ട് ഒരുക്കം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച ജോസച്ചൻ, കോർഡിനേറ്ററായിട്ട് സൈഡിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറ്, ബേബി ചേട്ടൻ എന്ന് വേണ്ട ഇവിടെ ഇരിക്കുന്നതിൽ അവിടെ നിന്ന് എല്ലാവരും എനിക്ക് കാണത്തില്ല. ഇപ്പം എഴുന്നേറ്റുള്ള കുറേ ബാബു സഹിതം ഒത്തിരി പേരെ ഞാൻ കാണുകയാണ്. ചെറുപുറപ്പ് സഹിതം ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നു. എനിക്ക് കല്ലൂർക്കാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3-ാം ഊഴമാണ് കല്ലൂർക്കാട്.
ഞാൻ 96 ഇവിടുത്തെ അസിസ്റ്റൻ്റ് ആയിരുന്നു. കുറേ അധികം പേർക്കറിയാം. 96 ഞാനിവിടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. 2003 കാലഘട്ടത്തിൽ 3-4 കാലഘട്ടത്തിൽ ഞാനിവിടെ ഹയർ സെക്കൻഡറിയിലെ ഒരു മലയാളം അധ്യാപകനായിരുന്നു. അതേ തുടർന്ന് ട്രാൻസ്ഫറായി പോയി. പിന്നീട് കോളേജിൽ തൊടുപുഴ ന്യൂമൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. അവിടെ നിന്നും വീണ്ടും എന്നെ കല്ലൂർക്കാട്ടേക്ക് തന്നെ അഭിമന്യ പിതാവ്. എൻ്റെ സഹപാഠികളെ, കുറച്ച് പേർക്കൊക്കെ എന്നെ മനസ്സിലായി കാണും. സം ലേറ്റ് കമേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. സണ്ണി കപ്പ്യാരുമല്ല, തഴുകുന്നിലാണ് വീട്. പക്ഷേ ഞാനിപ്പോൾ ന്യൂയോർക്കിൽ സെറ്റിൽഡാണ് 37 വർഷമായിട്ട്. കുറേ ആൾക്കാർ ലേറ്റ് ആയിട്ട് കൊണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ നവംബറിൽ ഇവിടെ വരുമ്പോൾ തോമസും ഗ്രൂപ്പുമായിട്ട് ഒന്ന് മീറ്റിംഗ് നടത്തി. ഇങ്ങനെ പരിപാടികൾ നടത്തുന്നതിനെ പറ്റി ആലോചിച്ചു. ഞാൻ അതിൻ്റെ എല്ലാ സപ്പോർട്ടും ഓഫർ ചെയ്തു. അപ്പം അന്ന് മുതൽ വാട്സപ്പിൽ എപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. തോമസ് എന്നെ വിളിക്കും എന്നായിരുന്നു. അങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ ചോദിക്കും. ലൂസിനെ ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, ലൂസിനെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടാലോ? അപ്പോഴും പറഞ്ഞു നമ്മളെങ്ങനെ നമുക്ക് സാധിക്കും. പിന്നെ കളമ്പാട്ട ലൂസിയെ കണ്ടപ്പോൾ ചോദിച്ചു, ലൂസിയും പറഞ്ഞു എങ്ങനെ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു 5 പേരെ കൂട്ടി ഒരു യൂണിയൻ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ജോസിനെ എത്തിച്ചു. അപ്പോൾ ജോസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴാണ് അറിയുന്നത് ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ പുരുഷ വിഭാഗം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ പഠിച്ച പല മേഖലകളിലും ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ പണ്ട് ക്ലാസ്മേറ്റ്സ് എന്നൊരു സിനിമ ഇറങ്ങിയ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഞാനിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ചവരല്ല പലരും നരച്ച മുടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. വേണം പണ്ടേ എനിക്ക് പ്രായമായോ എന്നൊരു ചിന്ത.